ഞാൻ ബേക്കിംഗ് ഉണ്ടല്ലോ ഒരു പാഷനായിട്ട് കൊണ്ടുനടന്നിരുന്ന ആളാട്ടോ. കേക്ക് കുറേ ഉണ്ടാക്കും, അതൊന്നും ഒരു മടുപ്പും ഇല്ലാതെ കേട്ടോ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം, എന്താ റീസൺ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കേക്ക് സെയിലൊക്കെ നിർത്തി കേട്ടോ. അത് കാരണം അത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒന്നും കഴിയുന്നില്ല, ഒന്നിനും ടൈം കിട്ടുന്നില്ല, എന്തോ പോലെ ദേഷ്യവും ഒക്കെ വരികയാണ്. അപ്പോൾ ഇത് മോളുടെ ബർത്ത്ഡേക്ക് കുട്ടികൾക്ക് അവൾ ഫ്രണ്ട്സിന് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേക്കാട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ക്രീം ഒന്ന് ബീറ്റ് ചെയ്തു, അതിലേക്ക് നമുക്ക് ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇതാ അതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തു കേട്ടോ അതിൻ്റെ ടച്ച് വിട്ടതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിയാനായിട്ട്. അപ്പോൾ അതാ നല്ല ടേസ്റ്റാണ് ഈ ബൂസ്റ്റ് പൗഡർ ചേർത്തിട്ടുള്ള ഈ ഒരു ക്രീം. അപ്പോൾ അത് ഞാനിതാ ബേസിലൊന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തു. സ്പെഞ്ച് നോർമൽ വാനില സ്പെഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ക്രീം ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് 4 ലെയറായിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്, കുറച്ച് ടോളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് റിച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ് മിൽക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ ബൂസ്റ്റ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ക്രീമൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു കേക്ക്. പിന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ലെയറിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ആവർത്തിച്ചുകൊണ്ട്, ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 3 ലെയറിലും 4 ലെയറിലും ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം വീണ്ടും എടുത്തിട്ടുണ്ട്. സെയിം ക്രീം വെച്ചിട്ട് ഒരുപാട് കളറൊന്നും വേണ്ടെന്ന് വിചാരിച്ച് കളറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ വീട്ടിലേക്കാകുമ്പോൾ നമുക്ക് ഒരുപാട് ഡെക്കറേഷൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, മടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഹോം ബേക്കേഴ്സും അങ്ങനെ ആയിരിക്കും, വീട്ടിലുണ്ടാക്കുന്നത് വലിയ ഡെക്കറേഷനിലൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തു. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് സ്പാച്ചുലയിൽ കുറച്ച് ബർഗണ്ടി കളറൊന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. കാണാൻ അത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളറൊന്നും അത്ര ചേർക്കുന്ന അത്ര നല്ലതൊന്നുമല്ല, അപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ മുകളിൽ ഞാൻ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് 1-2 വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സിൽവർ കളറിലുള്ള സ്പ്രിങ്കിൾസ് ചെറുതും വലുതുമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇഷ്ടമായണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ.